നമസ്തേ. പെരുമല ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു രാഷ്ട്രീയ നേതൃത്വത്തിലെ അദ്വിതീയന്മാരെ തങ്ങളുടെ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ടോ ജനങ്ങളുടെ അനുഗ്രഹാശിസുകൾ കൊണ്ടോ രാഷ്ട്രീയ നേതൃത്വത്തിൽ ശോഭിക്കുന്ന ധാരാളം വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാം. ചില ജാതകങ്ങൾ കാണുമ്പോൾ നാം ശങ്കിക്കേണ്ടിയിരിക്കുന്നു, എങ്ങനെ ഇവർ രാഷ്ട്രീയ മേഖലയിൽ എത്തിപ്പെട്ടു എന്നൊരു വിഷയം. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് നിരവധി തവണ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ച ശ്രീ ശശി തരൂരിൻ്റെ ജാതകമാകുന്നു. ശശി തരൂർ ജനിക്കുന്നത് 1956 മാർച്ച് 9 വൈകിട്ട് 6:50 ലണ്ടനിലാണ്. ഈ ഒരു വിവരണത്തിലൂടെ മാത്രമാണ് ഈ ജാതകം നാം ചിന്തിക്കുന്നത്. 66 വയസ്സ് 2 മാസം 20 ദിവസം പ്രായം, നക്ഷത്രം അവിട്ടം, മകരം രാശിയാകുന്നു. അദ്ദേഹം കന്നി ലഗ്നമായി 3-ാം ഭാവത്തിൽ ശനി രാഹു മാന്തി, 4-ൽ ചൊവ്വ, 5-ൽ ചന്ദ്രൻ, 6-ൽ സൂര്യൻ ബുധൻ, അഷ്ടമത്തിൽ ശുക്രൻ, 9-ാം ഭാവത്തിൽ കേതു, 12-ൽ വ്യാഴം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില. ശരിക്കും ഒരു ജ്യോതിഷ വിദ്യാർത്ഥിക്ക് പഠിക്കേണ്ടുന്ന ജാതകമാണ് ഇദ്ദേഹത്തിൻ്റെ ജാതകം. ഒരു പക്ഷേ സമയത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അത്ര എളുപ്പത്തിൽ ഒരു ജാതക ചിന്ത നടത്തേണ്ടുന്ന ജാതകമല്ല ശ്രീ ശശി തരൂരിൻ്റേത്. ഏതായാലും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന, ലഗ്നവും ചന്ദ്രനും സ്ത്രീരാശിയായ സ്ത്രൈണത പുലർത്തുന്ന ഒരു ജാതകമാണ് ശ്രീ ശശി തരൂരിൻ്റേത്. ഇന്ന് അദ്ദേഹത്തിന് 2016 ജനുവരി 5 മുതൽ കഴിഞ്ഞ 8 വർഷം 2 മാസമായി 2033 ജനുവരി 15 വരെ ബുധദശ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ബുധൻ വളരെ ദുർബലമായി 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. പക്ഷേ ബുധൻ ലഗ്നാധിപനാണ് എന്ന ഒരു പരിഗണന നമുക്ക് കൊടുക്കാം. യഥാർത്ഥത്തിൽ 2016 ജനുവരി 5 മുതൽ വളരെ മോശപ്പെട്ട സമയമാണ് ശ്രീ ശശി തരൂരിൻ്റേത്. എന്നിരുന്നാലും ഈ സമയത്താണ് അദ്ദേഹം ഇലക്ഷനിലൊക്കെ വിജയശ്രീ ലാളിതനായി വന്നത്. യഥാർത്ഥത്തിൽ ചെറിയ സമയമാറ്റമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജാതകം ചിങ്ങൻ ലഗ്നമോ അല്ലെങ്കിൽ ലേറ്റായി ജനിക്കുകയാണെങ്കിൽ തുലാൻ ലഗ്നമോ ആവുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ രാജയോഗങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ടാണ് ലണ്ടനിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ ഒരു ജാതകത്തെ പറ്റിയുള്ള പൂർണ്ണമായ ഒരു വിവരം യാഥാർത്ഥ്യമാണോ എന്ന സംശയത്തിൽ ഒരു ജ്യോതിഷിയായ എനിക്ക് സന്ദേഹമുണ്ട്. ഏതായാലും ഇന്ന് ബുധദശയിൽ ചന്ദ്രൻ്റെ അപഹാരം നടന്നുകൊണ്ടിരിക്കുന്നു. അവിട്ട നക്ഷത്രമാണ്. 5-ലെ ചന്ദ്രൻ പ്രായേണ ലാഭാധിപനായി ലാഭസ്ഥാനത്തേക്ക് നോക്കുന്നു. അതുകൊണ്ട് സ്ത്രീകളുടെ ലാഭം, സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന അനുഗ്രഹാശിസ്സുകൾ ശ്രീ ശശി തരൂരിൻ്റെ ജാതകത്തിൽ കാണാവുന്നതാണ്. യഥാ പഞ്ചമേയസ്യ നക്ഷത്രനാഥോ ദദാദീഹ സന്താന സന്തോഷമേവ മതിം നിർമ്മലാം രത്നലാഭഞ്ച ഭൂമി സുതസ്ത്രീ ഗണാത്തോഷമായാതി സമ്യക് എന്നാണ് 5-ലെ ചന്ദ്രന് ഫലം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ രത്നലാഭം, അമൂല്യമായ വസ്തുക്കളുടെ ലാഭമുണ്ടാകും എന്ന് ഫലം പറഞ്ഞിട്ടുണ്ട്. ഒരു ലോകസഭ MP ആകുക, അല്ലെങ്കിൽ വളരെ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുക, ഇതൊക്കെ രത്നം തന്നെയാണ്. ഓരോ ജാതിയിലും ഉത്കൃഷ്ടമായതാകുന്നു രത്നം. ജാത്യ ജാത്യ യത് ഉത്കൃഷ്ടം തത് രത്നം. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ എങ്ങനെ ഇദ്ദേഹം ഒരു പൊളിറ്റീഷ്യനായി എന്നതിൻ്റെ ഉത്തരം 4-ാം ഭാവത്തിലുള്ള ചൊവ്വയാണ്. ഈ ചൊവ്വക്ക് ഒരു വ്യാഴദൃഷ്ടിയുമുണ്ട്. അതൊരു രാജയോഗത്തെ പ്രദാനം ചെയ്തു ചൊവ്വയ്ക്ക്. ഇതാണ് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ശ്രീ ശശി തരൂരിൻ്റെ ജാതകത്തിൽ ഞാൻ കാണുന്ന ഒരു സവിശേഷത. ഏതായാലും ഒരു വലിയ ഇലക്ഷനെ അഭിമുഖീകരിക്കുന്ന ശ്രീ ശശി തരൂരിന് ഡോക്ടർ മാരാർജിയുടെ അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്തേ.